ഇതില് മണ്ണില്ല, ഫുള്ളിഞ്ചിയാണോ? ഫുള്ളിഞ്ചിയാണ്. ഇത് ഫുള്ളിഞ്ചിയാണ്, മണ്ണില്ലാത്. അയ്യോ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് വയനാട് മാനന്തവാടിക്കടുത്ത് കമ്മന എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ ഒരു വീടിൻ്റെ ബാക്കിലുള്ളത്. ഇതൊക്കെ വീട്ടുമുറ്റത്തായിരുന്നു. ഈ കാണുന്നതൊക്കെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് 1.5 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷെ എന്നിട്ടും ഇദ്ദേഹം ഈ ഒരു ഗ്രോ ബാഗിൽ വെക്കാൻ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ഇതൊക്കെ വീട്ടുമുറ്റത്തായിരുന്നു. നമ്മൾ വീട്ടിൽ ചെടികളൊക്കെ വെക്കാറുണ്ട്. വീടിൻ്റെ മുറ്റത്തൊക്കെ ചെടികൾ ഇങ്ങനെ നിറച്ച് വെക്കാറില്ലേ? അതിന് പകരം ഇദ്ദേഹം ഗ്രോ ബാഗിൽ ഇഞ്ചികളാക്കി, അതായത് ഇഞ്ചി ചെറിയ ചെറിയ ബാഗുകളാക്കിയിട്ട് അങ്ങോട്ട് വെച്ചതാ ഈ രൂപത്തിൽ. ഇപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേരെന്ന് പറഞ്ഞേ? ജിൽസൺ. എന്താ ചെയ്യണേ? ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, മാനന്തവാടി ആണ്. ഇതിപ്പോ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്താണ്. വീട്ടുമുറ്റത്ത് ആകർഷകമായിട്ട് വെച്ചൊരു ചെടി സംഭവങ്ങളാണ് കൃഷി. ഇഞ്ചി കൃഷിയാണിത്. വീടിന്റെ മുറ്റത്ത് നല്ല ഭംഗിയിൽ നിന്നിരുന്നു, പച്ചപ്പില് നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയായിട്ട് നിന്നിരുന്നു. ഇന്നിപ്പോ ഇത് തണ്ട് മാഞ്ഞോണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ വിളവെടുക്കാറായപ്പോ വീടിന്റെ ബാക്കിലേക്ക് മാറ്റി. ഇപ്പൊ ഇത് കാണുന്നവർ ചോദിക്കണ്ടോ ഇതിപ്പോ ഇത്ര വലിയൊരു സംഭവമാണെന്ന്. പക്ഷെ ഇത് തുറക്കുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നും. കാരണം കാണുമ്പോൾ ചെറിയ ബാഗാണ്, അതിൽ എത്രത്തോളം ഇഞ്ചി ഉണ്ട് എന്ന് നമുക്ക് കാണാം. എത്ര സ്ഥലമുണ്ട് നമുക്ക്? എനിക്ക് 1.5 ഏക്കർ. 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ ഈ ഒരു ബാഗിലേക്ക് മാറാൻ കാരണം എന്താ? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു കൃഷി പോലെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ പുല്ല് പറിക്കാം. പിന്നെ വിളവ് എന്താ ചെലവ് കുറവും വിളവ് കൂടുതലും, ആവറേജ് വിളവ് കിട്ടുകയും ചെയ്യും. ഇത് എത്ര ബാഗുകളുണ്ട്? ഇത് 200 ഗ്രോ ബാഗ്. 200 ബാഗുകളായിട്ടാണ് ചാക്കാണ്. സിമെന്റ് ചാക്കാണ്. ഇതല്ല വെയിറ്റ് ഉണ്ട്, മണ്ണാണ് ട്ടോ. ഇതിന്റെ ഉള്ളിലെ ഇഞ്ചി എത്രത്തോളം നമുക്ക് ഉണ്ട് നോക്കാം അല്ലേ? നോക്കി വെക്കാം. വിഷമില്ലാത്ത ഇഞ്ചിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് എന്തൊക്കെ വളം ഇട്ട് കൊടുത്തിരുന്നത്? ഇതിന് അധികം ജൈവവളങ്ങളാണ്. ജൈവവളങ്ങളാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മള് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒലിച്ചു പോകാത്തതുകൊണ്ട് തന്നെ നല്ല രൂപത്തില് കേട് കുറവായിരിക്കും. ഇതില് മണ്ണില്ല, ഫുള്ളിഞ്ചിയാണോ? ഇത് ഫുള്ളിഞ്ചിയാണ്, മണ്ണില്ലാത്. അയ്യോ, അല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് കഴുകി നോക്കാം. അതിൽ നിന്ന് പൊട്ടി വന്ന 2 പീസ് അവിടെ കിടക്കുന്നുണ്ട്. ഒരു ബാഗിൽ എത്ര കിലോ കിട്ടാറുണ്ട്? ഒരു ബാഗില് ഒരു 2.5 കിലോ 3 കിലോ ആവറേജ്. 3 കിലോ കിട്ടൂല്ലേ? അത് കേടില്ലാണ്ട് കിട്ടുന്നതാണ്. കേടില്ലാതെ ഒന്നും നമുക്ക് കേട് വരാറില്ല. അതായത് നമ്മൾ ഈ ഒരു അതിന് തെളിവാണ് ഇത്. ഇതാണ് ബെൽറ്റ്. ഇതിൽ കേട് ഉണ്ടെങ്കിലും മറ്റേലേക്ക് കേട്. 200 ബാഗിൽ 200 കിട്ടിയാ? 200 ബാഗില് 5 നെഗറ്റീവ് ആയി. 5 മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ കഴുകി എടുത്തിട്ടുണ്ടോ? കഴുകി എടുത്തപ്പോ എനിക്ക് ഒരൊറ്റ ബാഗിലാണ് ഇത്രയും ഇഞ്ചി നമുക്ക് കാണാനുള്ളത്. അപ്പൊ അടുത്തൊരു ബാഗ് ചേട്ടൻ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അടിപൊളി. ഇത് കാണുന്നവർക്കൊക്കെ കൃഷി ചെയ്യാനൊരു പ്രചോദനമാവും. അടിപൊളി. ഇതൊന്ന് അടുപ്പിച്ച് കാണിച്ചു കൊടുത്തേ. ഈ മണ്ണിൽ കുഴിച്ചിടുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മൾ അന്നേരം ചാണകം ഇട്ടിട്ട് നിറണം. ചാണകം മിക്സ് ചെയ്ത മണ്ണാണോ ബാഗിൽ?